ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അക്ഷയ് സാറാണ്. മക്കളെ, 9th CBSEയിൽ എത്തിയ നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് കണ്ടപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് മനസ്സിലായി. സോ കാര്യങ്ങളൊക്കെ വളരെ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നമ്മൾ നിഞ്ച ബാച്ചിൽ ക്ലാസ്സുകൾ നടന്നു പോകുന്നതും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ നമ്മൾ പൊട്ടറ്റോ ബേസ്ഡ് ഒരു എക്സ്പെരിമെന്റ്, ഒരു ആക്ടിവിറ്റി നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതായത് പൊട്ടറ്റോ സെൽസിലെ വാട്ടർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ്. സോ ആ എക്സ്പെരിമെന്റ്, ആ ഒരു ആക്ടിവിറ്റി അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇപ്പോൾ സാറ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. അവസാനമാകുമ്പോഴേക്കും വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്. വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്തേക്കാം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി പരിഗണിക്കണേ. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പൊട്ടറ്റോ എക്സ്പെരിമെന്റ് ആണ്. പൊട്ടറ്റോ എക്സ്പെരിമെന്റിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, എന്താണ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് നോക്കി, എല്ലാവരും നോക്കിക്കോളൂ. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? മൂവ്മെന്റ് ഓഫ് വാട്ടർ ഒബ്സർവ് ചെയ്യാണ്. ഇവിടെ പൊട്ടറ്റോ സെൽസിൽ വാട്ടർ മൂവ്മെന്റ് എപ്രകാരം നടക്കുന്നു, ഏതൊക്കെ രീതിയിൽ നടക്കുന്നു എന്നതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ്, എന്തൊക്കെ സാധനങ്ങൾ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വേണമല്ലോ. അപ്പോൾ ഇവിടെ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ തീർച്ചയായിട്ടും ഉരുളക്കിഴങ്ങുകൾ വേണം, പൊട്ടാറ്റോ, കിച്ചൺ നൈഫ്, ഉരുളക്കിഴങ്ങ് മുറിക്കുന്നതിന് വേണ്ടി നമുക്ക് നൈഫ് ആവശ്യമുണ്ട്, 2 ബീക്കർ ആവശ്യമുണ്ട്, വാട്ടർ ആവശ്യമുണ്ട്, സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ ഏതെങ്കിലും ഒന്ന് എടുക്കാം. ഓക്കെ, പിന്നെ വെയിങ് ബാലൻസ്, നമുക്ക് വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിങ് ബാലൻസ് എടുക്കാം. ഓക്കെ, ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം ചെയ്യുന്നത് എന്താ? പൊട്ടറ്റോ പീസസ് എടുക്കുക. അതായത് നമ്മൾ പൊട്ടറ്റോനെ 2 ഈക്വൽ പീസസ് ആക്കി എടുക്കുക. ഈക്വൽ പീസസ് ഏറ്റവും ബെസ്റ്റ് അതാണ്, രണ്ടും ഈക്വൽ ആയിട്ട് എടുക്കുക. കാരണം നമുക്കിവിടെ നമ്മളൊരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം എല്ലാം അൺബയസ്ഡ് ആയിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ പൊട്ടാറ്റോ എടുത്ത് 2 കഷ്ണങ്ങളാക്കി, ഈക്വൽ കഷ്ണങ്ങളാക്കി നമ്മളതിൻ്റെ വെയിറ്റ്, ഇനിഷ്യൽ വെയിറ്റ് നമ്മൾ നോക്കുന്നു. ഈക്വൽ കഷ്ണങ്ങളാക്കുന്നു, നമ്മൾ അതിൻ്റെ വെയിറ്റ് നമ്മൾ നോക്കുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ 2 ബീക്കർ എടുക്കുക, ബീക്കർ എയും ബീക്കർ ബിയും. ഇനി എന്താ പ്രത്യേകത? ബീക്കർ എയിൽ നമ്മൾ വെള്ളം മാത്രം എടുത്താൽ മതി, ബീക്കർ എയിൽ വെള്ളം മാത്രം. എന്നാൽ ബീക്കർ ബിയിൽ നമ്മൾ ഷുഗർ സൊല്യൂഷൻ, 20% കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഷുഗർ സൊല്യൂഷൻ ആണ് എടുക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ബീക്കർ എയിൽ നമ്മൾ എന്തെടുത്തിരിക്കുന്നത്? വെള്ളം മാത്രമാണ്. ബീക്കർ ബിയിൽ നമ്മൾ ഷുഗർ സൊല്യൂഷൻ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. വേണമെങ്കിൽ ആ ഒരു ഫിഗറിനെ ഞാനൊന്ന് ജസ്റ്റ് ഇപ്പുറത്തേക്കും കൂടി ഒന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ ഫിഗർ മാത്രം ഒന്ന് നമ്മളൊന്ന് ഇപ്പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഫിഗർ മാത്രം ഞാനൊന്ന് ജസ്റ്റ് എടുക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, ഇതെവിടെ വെക്കാം, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു ബ്ലാങ്ക് സ്ലൈഡ് എടുത്ത് ഞാൻ കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ഒന്ന് ശ്രദ്ധിക്കണേ. കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഒന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പിടികിട്ടണം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ബീക്കർ എയിൽ എന്താ ഉള്ളത്? ബീക്കർ എയിൽ നന്നായി ശ്രദ്ധിക്കണേ. ബീക്കർ എയിൽ എഴുതി കാണാൻ പറ്റുന്നില്ലേ? പ്ലെയിൻ വാട്ടർ ആണ്. ബീക്കർ എയിൽ പ്ലെയിൻ വാട്ടർ ആണ്, വാട്ടർ മാത്രം. അതാണ് പ്ലെയിൻ വാട്ടർ എന്ന് വെച്ചാൽ വാട്ടർ മാത്രമേ ഉള്ളൂ ഇവിടെ. എന്നാൽ ഇവിടെ എന്തുണ്ട്? ഷുഗർ സൊല്യൂഷൻ ആണ് ഉള്ളത്. ഷുഗർ സൊല്യൂഷൻ മക്കൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഷുഗർ സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കുക? ഷുഗർ പ്ലസ് വാട്ടർ അല്ലേ? ആണല്ലോ, ഷുഗർ പ്ലസ് വാട്ടർ അല്ലേ? ഷുഗർ സൊല്യൂഷൻ ആണ്, ഷുഗർ പ്ലസ് വാട്ടർ ആണ്. എന്നാൽ ഇവിടെയോ? ഇവിടെ വാട്ടർ മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി ഷുഗർ എന്ന് പറയുന്നത് സൊല്യൂട്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഷുഗർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സൊല്യൂട്ട് അല്ലേ? ഷുഗർ എന്ന് പറയുന്നത് സൊല്യൂട്ടാണ്. വാട്ടർ എന്ന് പറയുന്നത് സോൾവെന്റ് ആണ്. സോൾവെന്റ് ആണ്. അപ്പൊ എ എന്ന് പറയുന്ന ബീക്കറിൽ എന്ത് മാത്രമേ ഉള്ളൂ? സോൾവെന്റ് മാത്രമേ ഉള്ളൂ, വാട്ടർ മാത്രമേ ഉള്ളൂ. എന്നാൽ ബി എന്ന് പറയുന്ന ബീക്കറിൽ ഷുഗർ സൊല്യൂഷൻ ആണ്, അതായത് സൊല്യൂട്ടും സോൾവെന്റും ഉണ്ട്. അപ്പൊ ഇവിടെ സൊല്യൂട്ട് ഉണ്ട്, എന്നാൽ ഇവിടെ പ്യുവർ വാട്ടർ ആണ്.
അപ്പൊ നമ്മൾ ആദ്യം ബീക്കർ എയിൽ ഉരുളക്കിഴങ്ങിന്റെ കഷ്ണം എടുത്തിട്ടിട്ടുണ്ട്, ബീക്കർ ബിയിലും ഉരുളക്കിഴങ്ങിന്റെ കഷ്ണം എടുത്തിട്ടിട്ടുണ്ട് അല്ലെ. നമ്മളൊരു പൊട്ടറ്റോ എടുത്ത് ഈക്വൽ ഹാഫ് ആക്കി അതിലൊരു പകുതി ഇവിടെയും ഒരു പകുതി ഇവിടെയും നമ്മൾ പ്ലേസ് ചെയ്തു. അപ്പൊ എ എന്ന് പറയുന്ന ബീക്കറിൽ വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അത് പ്ലെയിൻ വാട്ടറിലാണ്. പ്ലെയിൻ വാട്ടറിലായതുകൊണ്ട് മക്കളെ എന്ത് സംഭവിക്കുമോ, പുറത്ത് സോൾവെന്റിന്റെ അളവ് കൂടുതലായതുകൊണ്ട് ഈ വാട്ടറിൽ നിന്ന് ഈ പ്ലെയിൻ വാട്ടറിലെ വാട്ടർ മോളിക്യൂള് നേരെ ഉരുളക്കിഴങ്ങിന്റെ അകത്തേക്ക് കയറും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിക്കണേ. വേറൊരു കളർ എടുക്കട്ടെ. ഈ കളർ കാണാലോ, നോക്കിക്കേ. വാട്ടർ നേരെ എന്ത് ചെയ്യും, ഈ പൊട്ടറ്റോ പീസിന്റെ അകത്തേക്ക് പ്രവേശിക്കും, പൊട്ടറ്റോ സെൽസിലേക്ക് പ്രവേശിക്കും. അപ്പൊ നമ്മൾ വാട്ടറിൽ വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിന്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ആ ഉരുളക്കിഴങ്ങിലേക്ക് വാട്ടർ ഉള്ളിലേക്ക് പ്രവേശിക്കും. എന്നാൽ സെക്കൻഡ് കേസിൽ ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഷുഗർ സൊല്യൂഷനിലാണ്. ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സൊല്യൂട്ടാണ് കൂടുതൽ. സൊല്യൂട്ട് വെള്ളത്തിന്റെ അംശം പുറത്ത് കുറവാണ്. ഈ സെല്ലിന്റെ അകത്ത് വെള്ളം കൂടുതലായിരിക്കും, എന്നാൽ പുറത്ത് സൊല്യൂട്ടാണ് കൂടുതൽ, സോൾവെന്റ് കുറവാണ്. എന്നാൽ സെല്ലിന്റെ അകത്താണ് വാട്ടർ കൂടുതൽ. അപ്പോൾ വാട്ടർ കൂടുതലുള്ളത് സെല്ലിന്റെ ഉള്ളിലായതുകൊണ്ട് സെല്ലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വാട്ടർ പോകും. നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ആണ്, പൊട്ടറ്റോ സെൽസിന്റെ ഉള്ളിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് പോകും. ഇതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. ഫസ്റ്റ് കേസിൽ വാട്ടർ മോളിക്യൂൾ പുറത്താണ് അധികം, സെല്ലിന്റെ ഉള്ളിൽ വാട്ടർ മോളിക്യൂൾ കുറവായിരിക്കും. കാരണം നമ്മൾ പ്ലെയിൻ വാട്ടറിലാണ് വെച്ചിരിക്കുക. അപ്പോൾ പുറത്ത് വാട്ടറിന്റെ അളവ് കൂടുതലും സെല്ലിന്റെ ഉള്ളിൽ വാട്ടറിന്റെ അളവ് കുറവുമാണ്. വാട്ടർ എവിടുന്ന് എപ്പോഴും ഇവിടുന്ന് എങ്ങോട്ടേ പോകുള്ളൂ? ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഹയർ കോൺസെൻട്രേഷൻ ഇവിടെ പുറത്തുള്ള പ്ലെയിൻ വാട്ടറിലാണ് വാട്ടർ കോൺസെൻട്രേഷൻ കൂടുതൽ ഉണ്ടാവുക, സെല്ലിനകത്ത് വാട്ടർ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ ഹയർ ടു ലോവറിലേക്ക് വാട്ടർ വരും, അപ്പോൾ സെല്ലിന്റെ ഉള്ളിലേക്ക് വാട്ടർ കയറും. ഇതിനെയാണ് എൻഡോസ്മോസിസ് എന്ന് പറയും. എൻഡോസ്മോസിസ് നടക്കും. എന്നാൽ ഇവിടെയോ സെക്കൻഡ് കേസിൽ ഇതാണ് പൊട്ടറ്റോ പീസ്, അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലാണ്. അതായത് വാട്ടറിന്റെ അളവ് കുറഞ്ഞ സൊല്യൂട്ടിന്റെ അളവ് കൂടിയ ഒരു സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷനിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ പുറത്ത് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്, എന്നാൽ സെല്ലിന്റെ ഉള്ളിൽ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. വാട്ടർ എവിടെ നിന്ന് എങ്ങോട്ടേ പോകുള്ളൂ? കൂടുതലുള്ളടത്ത് കുറഞ്ഞിടത്തേക്കേ പോകുള്ളൂ. അപ്പൊ സെല്ലിന്റെ ഉള്ളിൽ നിന്ന് നേരെ വാട്ടർ എങ്ങോട്ട് പോയി? പുറത്തേക്ക് പോയി. അപ്പൊ എന്താ സംഭവിക്കുക? നിങ്ങൾ തന്നെ ഒന്ന് ബേസിക് ലോജിക് വെച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. എന്താ സംഭവിക്കുക? എ എന്ന് പറയുന്ന കേസിലുള്ള സെൽ എന്ത് ചെയ്യും? വാട്ടർ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ സ്വെല്ലാവും. സംശയമില്ലല്ലോ. എ എന്ന് പറയുന്ന ബീക്കറിലെ സെൽ എന്ത് ചെയ്യും? സ്വെല്ലനാവും, കാരണം വാട്ടർ അതിനകത്ത് കയറിയല്ലേ. എന്നാൽ ബി എന്ന് പറയുന്ന കേസിലുള്ള ആ ഒരു പൊട്ടറ്റോയുടെ സെല്ലുകളെല്ലാം എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും, കാരണം അതിനകത്ത് നിന്ന് വാട്ടർ ഒക്കെ പുറത്തേക്ക് പോയി. അപ്പൊ സെല്ലുകളൊക്കെ എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും. അപ്പോ എ എന്ന് പറയുന്ന ബീക്കറിലുള്ള പൊട്ടറ്റോ പീസ് എന്ത് ചെയ്യും? കുറച്ച് എൻലാർജ് ആവും, കാരണം അതിനകത്തുള്ള സെല്ലുകളിലേക്കൊക്കെ വാട്ടർ കയറിയിരിക്കുക, സ്വെല്ലനാവും. ബിയിലേക്ക് വരുമ്പോൾ ബിയിലുള്ള പൊട്ടറ്റോ സെല്ലുകളിൽ നിന്നൊക്കെ വാട്ടർ പുറത്തേക്ക് പോയിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഷ്രിങ്ക് ചെയ്തിട്ടുണ്ട്. അതാണ് അവിടുത്തെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഒബ്സർവേഷൻ നമ്മൾ നോക്കി. നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് എടുത്ത് നമ്മൾ പെട്ടെന്ന് അതിലേക്ക് ഇട്ട് നമ്മൾ അപ്പം തന്നെ എടുക്കുകയല്ല, നമ്മളൊരു ടൈം വെയിറ്റ് ചെയ്യണം. ബോത്ത് ബീക്കേഴ്സ് വി ആർ കീപ്പിംഗ് അൺഡിസ്റ്റർബ്ഡ് ഫോർ അബൌട്ട് 1 hour. എന്നിട്ട് നമ്മൾ സൈസ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്തായിരിക്കും? എയിലുള്ള ആ പൊട്ടറ്റോ പീസ് എൻലാർജ്ഡ് ആയിട്ടുണ്ടാവും, ബിയിലുള്ള പൊട്ടറ്റോ പീസ് എന്തായിരിക്കണം? ഷ്രിങ്ക് ചെയ്തിട്ടുണ്ടാവും, സൈസ് ഡിഫറൻസ് ഉണ്ടാവും. അതാണ് പറഞ്ഞിരിക്കുന്നത്. പൊട്ടറ്റോ പീസ് ഇൻ കെപ്റ്റ് ബീക്കർ എ എന്തായിട്ടുണ്ടാവും? സ്വെല്ലൻ ആയിട്ടുണ്ട്. ബീക്കർ ബിയിൽ വെച്ചിരിക്കുന്നത് എന്തായിരിക്കും? ഷ്രിങ്ക് ആയിട്ടുണ്ടാവും. ഇനി വെയിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിലോ, വെയിറ്റ് നോക്കുമ്പോൾ ഏതായി കൂടുതൽ ഉണ്ടാവുക? ഇത് വെയ്സ് മോർ അല്ലെ. എയിലുള്ളത് വെയ്സ് കൂടുതലായിരിക്കും. എന്നാൽ ഇവിടെ ബിയിൽ വെയിറ്റ് എന്തായിരിക്കും? കുറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഇനിഷ്യലി നമ്മൾ ആദ്യം വെയിറ്റ് നോട്ട് ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ആദ്യം പറഞ്ഞിട്ടില്ലേ, ഇനിഷ്യൽ വെയിറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇനിഷ്യൽ വെയിറ്റ് 200 gram ആണെന്ന് വിചാരിക്കുക രണ്ടിൻ്റെയും. ഇത് ഇനിഷ്യലാണ്, ഇനിഷ്യൽ വെയിറ്റ്. ഫൈനൽ വെയിറ്റിലേക്ക് വരുമ്പോൾ എ എന്ന് പറയുന്ന ബീക്കറിലുള്ളത് ഒരു 210 gram ആയിട്ടുണ്ടാവും, ബി എന്ന് പറയുന്ന ബീക്കറിൽ ഒരു പക്ഷേ ഒരു 190 gram ആയിട്ടുണ്ടാവും. കണ്ടോ? അപ്പൊ ഇനിഷ്യൽ വെയിറ്റ് സെയിം ആയിരിക്കും. പക്ഷേ ഇപ്പൊ എന്ത് സംഭവിച്ചു? എ എന്ന് പറയുന്ന ബീക്കറിലുള്ള പൊട്ടറ്റോയിൽ വെള്ളം കയറിയിട്ടുണ്ട്, അപ്പൊ അത് വെയിറ്റ് കൂടി 210 ആയിട്ടുണ്ട്. ബി എന്ന് പറയുന്ന ബീക്കറിൽ വെച്ചിരിക്കുന്ന പൊട്ടറ്റോ പീസിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോയി, വാട്ടർ ലോസ് ആണ് സംഭവിച്ചത്, അപ്പൊ അത് 190 ആയിട്ട് മാറി. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗീവ് മീ ഇൻ ദ കമന്റ് സെക്ഷൻ, ഞാനത് റിപ്ലൈ തരാം. ഓക്കെ, കൺക്ലൂഷൻ എന്താ? പ്ലെയിൻ വാട്ടറിൽ വെച്ചപ്പോൾ, പ്ലെയിൻ വാട്ടറിലെ കേസ് പറയുമ്പോൾ വാട്ടർ എന്ത് ചെയ്തു? പൊട്ടറ്റോ സെൽസിന്റെ ഉള്ളിലേക്ക് കയറി, സെല്ലുകൾ സ്വെലനായി. സോൾട്ട് സൊല്യൂഷനിൽ വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പൊട്ടറ്റോ സെൽസ് നിന്ന് പുറത്തേക്കാണ് വാട്ടർ പോയത്, അപ്പൊ സെൽ എന്ത് ചെയ്തു? ഷ്രിങ്ക് ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റിയത്? വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? സെല്ലിന്റെ മെംബ്രെയിനിലൂടെ പാസ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലായി.
സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും കടത്തിവിടത്തൊന്നുമില്ല, ചില ആളുകളെ മാത്രം, ചില മോളിക്യൂൾസിനെ മാത്രമേ കടത്തിവിടത്തുള്ളൂ. മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ ഡിപ്പെൻഡ്സ് ഓൺ കോൺസെൻട്രേഷൻ ഡിഫറൻസ്. വെരി ഗുഡ്. കോൺസെൻട്രേഷൻ എപ്പോഴും വാട്ടർ മോളിക്യൂൾ എങ്ങനെ എവിടെ നിന്ന് എങ്ങോട്ടാ പോവുക? കൂടുതൽ കോൺസെൻട്രേറ്റഡ് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് കുറഞ്ഞ കോൺസെൻട്രേഷൻ ഉള്ള റീജിയനിലേക്കാണ് വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക. അൺലസ് രണ്ട് സൈഡിലും ഒരേ കോൺസെൻട്രേഷൻ വരണം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ അല്ലേ? എന്താ നമ്മൾ ഒബ്സർവേഷൻ എന്താ? പൊട്ടാറ്റോ എക്സ്പെരിമെന്റിൽ ഒബ്സർവേഷൻ, ബീക്കർ എയിലുള്ള പൊട്ടാറ്റോ അത് വെയിറ്റ് കൂടിയിട്ടുണ്ട്, ബീക്കർ ബിയിലുള്ള പൊട്ടാറ്റോയുടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒബ്സർവേഷൻ. ദിസ് ഈസ് ഒബ്സർവേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട സ്പെഷ്യൽ ടേം ആണ് ഓസ്മോസിസ്. എന്താണ് ഓസ്മോസിസ്? ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് റിമെമ്പർ, വെന്നെവർ നിങ്ങൾ ഓസ്മോസിസ് എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇറ്റ് ഈസ് റിലേറ്റഡ് ടു വാട്ടർ മോളിക്യൂൾ. വാട്ടർ മോളിക്യൂളിന്റെ മൂവ്മെന്റിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയാം. മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾ ആണ്, നിർബന്ധമായും അത് മറക്കരുത്. മൂവ്മെന്റ് ഓഫ് വാട്ടർ ആണ്. അതും രണ്ടാമതൊരു പോയിന്റ് പഠിക്കണം, സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. നമ്മൾ ഈ ഒരു കേസിൽ അത് സെൽ മെംബ്രെയിൻ ആയിരുന്നു. സെൽ മെംബ്രെയിൻ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ആയിരുന്നു അല്ലേ? അപ്പം മക്കളെ മനസ്സിലാക്കുക, സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ്റെ അക്രോസിൽ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ മോളിക്യൂൾസ്, വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയാം. അൺടിൽ ഓർ അൺലെസ് ബോത്ത് ദ സൈഡ്സ് വിൽ ബിക്കം ഈക്വൽ കോൺസെൻട്രേഷൻ. രണ്ട് സൈഡ് ഈക്വൽ കോൺസെൻട്രേഷൻ ആവുന്നത് വരെ ഈ ഒരു മൂവ്മെന്റ് സംഭവിക്കും. പിന്നീടുള്ള നെറ്റ് മൂവ്മെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു, അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു, ഈക്വൽ ആയിരിക്കും മാറണം. അപ്പോൾ രണ്ട് സൈഡിലും ഒരേ കോൺസെൻട്രേഷൻ വരുന്ന രീതിയിൽ മൂവ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഓസ്മോസിസ്. വെരി ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. ഇറ്റ്സ് റിലേറ്റഡ് ടു വാട്ടർ മോളിക്യൂൾ മൂവ്മെന്റ് ഫ്രം higher concentration to lower concentration across a semi-permeable or selectively permeable membrane. That is very important point you need to mention. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആ ഒരു ആക്ടിവിറ്റി വരുന്നത്. സോ സിമ്പിൾ ആക്ടിവിറ്റി ആണ്. പക്ഷെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത്. പക്ഷെ അത്രയൊന്നും ഇല്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. ദാറ്റ് സിമ്പിൾ ഓൺലി. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എന്ത് വേണമെന്ന് നിങ്ങൾക്ക് ഇനി അടുത്ത ടോപ്പിക്ക് എന്താണ് വേണ്ടതെന്നും കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.